കർണാടകയിലേക്കാണ് അങ്ങേയറ്റം മനസ്സിനെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയിലേക്കാണ്. ഹംപിയിൽ വിദേശ വനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. വിദേശിയടക്കം ഒപ്പമുണ്ടായിരുന്ന പുരുഷ സഞ്ചാരിമാരെ കനാലിലേക്ക് തള്ളിയിട്ടാണ് സ്ത്രീകളെ ആക്രമിച്ചത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കേസിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4 അംഗ സംഘമാണ് അതിക്രൂരാക്രമണത്തിനിരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിനു സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ 3 പേരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് ആക്രമികൾ പണം ആവശ്യപ്പെട്ടു. എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിട്ടു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച കൂട്ടബലാത്സംഗത്തിനിരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്കെത്തി. ഒഡീഷ സ്വദേശിയെ കാണാതായി. പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചു. അവശരായ സ്ത്രീകളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പുഴയിൽ വീണ യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. ബലാത്സംഗം പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. പ്രദേശവാസികളായ സായി മല്ലു, ചേതൻ സായി എന്നിവരാണ് പ്രതികൾ. 3-ാമൻ ഒളിവിലാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഗംഗാവതി പോലീസ് അന്വേഷണം നടത്തുന്നത്. 24 ബംഗളൂരു.